ഇങ്ങനെ ഒന്ന് പാൻകേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനായി ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പിയിലോട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ച് ഇതിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറച്ചായി നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസാവാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കേക്കിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്കൊരു തവയിലോട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ച് പരത്താതെ നമുക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ ബബിൾസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പാൻകേക്ക് റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ഈ മാവ് ഉപയോഗിച്ച് ഒരു 7 പാൻകേക്ക് വരെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പാൻകേക്ക് എല്ലാം റെഡി ആയി കഴിഞ്ഞു. കുറച്ച് ഹണി കൂടി തേച്ചാൽ നമ്മളുടെ പാൻകേക്ക് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.